പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയുടെ ആദ്യത്തെ വചനങ്ങളാണ് ഈ ആരാധനയ്ക്ക് മുൻപിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് ഈശോയ്ക്ക് വാക്ക് കൊടുക്കേണ്ടതും. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനമാണ്. സഹോദരങ്ങളെ, നിങ്ങളെപ്പറ്റി കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല. എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കൂടെയുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളെപ്പറ്റി കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞാൻ ഇതുവരെ വിരമിച്ചിട്ടില്ല. ഒപ്പം ഇരിക്കുന്നവരെ, വീട്ടിലുള്ളവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്ക് വേണ്ടി എന്നാ പ്രാർത്ഥിച്ചേക്കണേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാതെ വിട്ട പ്രിയപ്പെട്ടവരുണ്ടെന്ന് ഓർക്കണം. മക്കളെ പ്രാർത്ഥനയിൽ ഓർക്കാതെ വിട്ട ദിവസങ്ങളുണ്ട്, കുറവായിരിക്കാം. പക്ഷെ മക്കൾ മാതാപിതാക്കളെ പ്രാർത്ഥനയിൽ ഓർക്കാതെ വിടുന്ന ദിവസങ്ങൾ അത്ര കുറവൊന്നുമല്ല, ശരിയല്ലേ? ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത, ഭാര്യയെ ഓർക്കാത്ത ഈ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ പ്രാർത്ഥനയിൽ സമർപ്പിക്കാതെ ഇങ്ങനെ അവരെക്കുറിച്ച് പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടുപോയ എത്രയോ ദിവസങ്ങളാണ് ഇന്നടക്കം. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പത്രോസ്ലീഹയോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതിനുള്ള കാരണം പറയുന്നുണ്ട്. സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുന്നത് ഞാൻ കണ്ടു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത കാര്യമാണ്. കൂടെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതെ, നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കിട്ടാതെ ഇവരെത്രത്തോളം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ വിചാരിക്കണേ. ഈ പ്രാർത്ഥനയുടെ ശക്തി അകലങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ സൗഖ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു കവചമായി അവരെ പൊതിയുന്നത് അവർ മനസ്സിലാക്കും. അത് നമ്മൾക്കും അനുഭവിക്കാൻ പറ്റും. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത വചനങ്ങൾ നമ്മളോട് പറഞ്ഞു തരണത്. അവിടത്തേക്ക് യോജിച്ച്, കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ വേണ്ടി നിങ്ങൾക്കിടയാവട്ടെ. കർത്താവിന് യോജിച്ച, അവിടുത്തെ പ്രീതിപ്പെടുത്തുന്ന ജീവിതം ജീവിക്കാൻ കർത്താവെ ഇവരെ സഹായിക്കണേ. പ്രാർത്ഥന അതാണ് വേണ്ടത്. ചില ദിവസങ്ങളിലൊക്കെ ചില അമ്മച്ചിമാരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഒട്ടും നല്ലതല്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കൃത്യമായിട്ടൊന്നും എടുത്തു പറയുന്നില്ല, അച്ഛാ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ചില കൈക്കൂലി കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അടക്കം, അതൊക്കെ നോർത്ത് അങ്ങനെയുള്ള ചില മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാനല്ല കർത്താവ് പറയണേ. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കാൻ, കർത്താവിന് യോജിച്ച ജീവിതം നയിക്കാൻ, അവിടുത്തെ പ്രീതിപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, നമ്മുടെ റീത്ത പുണ്യതയുടെയൊക്കെ ജീവിതം നമ്മൾ പലതവണ പറഞ്ഞതാണ്. ദൈവമേ, ഈ മക്കളെ തിന്മയിൽ നിന്ന് അകറ്റി, വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും അകറ്റി അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി വളർത്താൻ എന്നെ കൊണ്ട് പറ്റണില്ലെങ്കിൽ ഇവരുടെ ജീവനെ അങ്ങ് തിരിച്ചെടുത്തേക്ക്. മക്കളല്ല അവർക്ക് പ്രധാനപ്പെട്ടത്, ദൈവത്തിന് യോജിച്ച വിധത്തിൽ ഈ മക്കൾ വളർന്നു വരണം, അല്ലെങ്കിൽ വേണ്ട. കർത്താവേ, ഈ മക്കളെയൊക്കെ പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ കർത്താവിന് യോജിച്ച ജീവിതം നയിക്കട്ടെ എന്ന്, അതിനുവേണ്ടി ഈശോയെ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രശ്നവും പറ്റാൻ പോകുന്നില്ല. ആദ്യത്തെ കുറച്ച് നാളത്തെ പ്രയാസങ്ങളിലൂടെ, കയ്പനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവരിങ്ങനെ ഉരുക്കി വാർക്കപ്പെടുന്നത് അഗ്നിശോധന ചെയ്യപ്പെട്ട സ്വർണം കണക്കെയുള്ള തിളക്കമുള്ള ജീവിതത്തിലേക്കായിരിക്കുന്നേ. കർത്താവിന് യോജിച്ച, അവിടുത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിക്കുമ്പോൾ, അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം ജീവിക്കുമ്പോൾ എന്ത് പറ്റുന്നു എന്നുള്ളതാണ് സുവിശേഷം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. അത്രയും നേരം അവരുടെ പദ്ധതി അനുസരിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നേ. പക്ഷേ കർത്താവിന് നിരക്കുന്ന വിധത്തിൽ, അവിടുത്തെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ, അവിടുത്തെ മനസ്സനുസരിച്ച് വലയിറക്കുമ്പോൾ ഇങ്ങനെ വല കീറവോളം, വള്ളം മുങ്ങുവോളം അവർക്ക് മീൻ കിട്ടുന്നത് കാണുന്നുണ്ട്.
ജീവിതം ഇങ്ങനെ ശുഭകരമാകണമെങ്കിൽ, സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ, സന്തോഷം കൊണ്ട് നിറയണമെങ്കിൽ, സ്നേഹത്തിൻ്റെ വിശുദ്ധ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സിനനുസരിച്ച് ഒന്ന് ജീവിതം ക്രമീകരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട രാത്രിയാണ്. വചനം പറയണത് പോലെ ഇങ്ങനെ നല്ല വീഞ്ഞ്, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ സൂക്ഷിക്കപ്പെടണ്ടേ? അതുപോലുള്ളൊരു പരിവർത്തനം കർത്താവിന് വേണ്ട വിധത്തിൽ ജീവിതമൊന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതങ്ങളൊന്ന് ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ, ഞങ്ങൾ ഒരിക്കലും വിരമിച്ചിട്ടില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ചേർത്ത് വെച്ച്, കുഞ്ഞു മക്കളെയൊക്കെ ചേർത്ത് വെച്ച്, നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും ഈ സമയം ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് അവരുടെ എല്ലാവരുടെയും ജീവിതം കർത്താവിന് നിരക്കുന്ന ജീവിതമാവട്ടെ എന്ന്, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതമാവട്ടെ എന്ന്, അങ്ങനെ ഇങ്ങനെ ജീവിതം സമൃദ്ധി കൊണ്ട് നിറയുന്ന വിധത്തിൽ, സ്വർഗത്തിൻ്റെ സന്തോഷം കൊണ്ട് നിറയുന്ന വിധത്തിൽ ഈശോയുടെ മനസ്സനുസരിച്ച് ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം അവർക്ക് വേണ്ടി യാചിച്ച് നമുക്ക് മുട്ടിന്മേൽ നിന്ന് ആശീർവാദം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഒരാളെ നോക്കി സ്വർഗം വിളിച്ചു പറയുന്ന ഒരു കോംപ്ലിമെൻ്റ് ഉണ്ടല്ലോ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒന്ന് തന്നെത്താനെ ആലോചിച്ച് നോക്കണം. എന്നിൽ സ്വർഗം പ്രസാദിക്കുന്ന വിധത്തിൽ, അവിടുത്തെ ഹിതം നിറവേറ്റുന്ന വിധത്തിലാണോ ഞാൻ ഇന്ന് ജീവിച്ചതെന്നുള്ളൊരു ആത്മശോധന നടത്തിയിട്ട് കർത്താവിൻ്റെ കോംപ്ലിമെൻ്റ് കിട്ടിയിട്ട് നമുക്കൊന്ന് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.